ഹായ് മക്കൾസ്, ഇവിടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ജോഗ്രഫിയിലെ 5ാമത്തെ ചാപ്റ്റർ. പക്ഷേ എല്ലാവർക്കുള്ള ഡൗട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സംഭവം സാറ് പറഞ്ഞ പോലെ ഈസി ഒക്കെ തന്നെയാണ് മക്കളെ. നിങ്ങളുടെ ഈ എക്സാമിന് വരുന്ന ഈ ഒരു കാര്യം മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്രിസ്മസ് എക്സാമിന് സെറ്റാണ്. അപ്പോൾ സാറേ ക്രിസ്മസ് എക്സാമിന് മാത്രം സെറ്റ് ചെയ്യാൻ മതിയോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളുടെ SSLCക്ക് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അതും സെറ്റാണ്. കാരണം SSLCക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും അടിപൊളിയായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മക്കളെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടോളൂ. നമ്മൾ വെറുതെ തള്ളലില്ല, വെറും വർത്താനമില്ല. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ പോകുന്നത് ക്വസ്റ്റ്യൻസും ആൻസറാണ്. അത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. നോക്കണേ മക്കളെ, ഒന്നാമത്തെ വാട്ട് ഈസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, വിച്ച് ആർ ദ ടൈപ്പ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. മക്കളെ നമ്മൾ പഠിച്ചിരുന്നു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്, അല്ലെങ്കിൽ പൊതുചെലവ് എന്താണ്. 2 തരം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, അല്ലെങ്കിൽ 2 തരം പൊതുചെലവുണ്ട്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പൊതുചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു മക്കളെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെയാണ്, ഗവൺമെൻറ്റിൻ്റെ ചെലവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതുചെലവ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനേക്കാളും പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ പറയുന്നത്. അത് ഏതൊക്കെയാണ് 2 ടൈപ്പ് എന്ന് വെച്ചാൽ, ഒന്ന് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസന ചെലവുകൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വികസനേതര ചെലവുകൾ. ഇവിടെ ഒരു ഇത് കണ്ടോ, അങ്ങനെയുണ്ട്, വികസനേതര ചെലവുകൾ. എന്താണ് ഇതിൽ നിന്ന് ചോദിക്കാന്ന് വെച്ചാൽ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ മക്കളെ, പഠിച്ചു വെച്ചോളൂ. വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റോഡ്, ബ്രിഡ്ജ്, പാലം, പിന്നെ ഹാർബർ, പോർട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ലേ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നതൊക്കെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ നോൺ ഡെവലപ്മെന്റ് പഠിച്ചു വെക്കണേ, കാരണം അതൊരു പക്ഷെ നിങ്ങൾക്ക് മറന്നു മക്കളെ. വാർ, യുദ്ധം, പെൻഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് വികസനം നടക്കുന്നുണ്ടോ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് കുറേ പൈസ പോകുന്നില്ലേ, വെപ്പൺസ് ഇറക്കണ്ടേ, ഒരുപാട് ആളുകൾ മരണപ്പെടൂലേ, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ, അവരുടെ ചികിത്സാ ചെലവുകൾ നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ 2 കാര്യം പഠിച്ചില്ലേ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വികസന ചെലവുകളും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ വികസനേതര ചെലവുകളും നമ്മൾ 2 മിനിറ്റ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 2 മിനിറ്റ് പഠിച്ചോ. എങ്ങനെ ഉണ്ടല്ലേ ഈ ഒരു ചാപ്റ്റർ 2 മിനിറ്റ്, അങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചു ചെയ്യും. 10 മിനിറ്റും വേണ്ട, ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ പഠിപ്പിച്ചു ചെയ്യും. ഓക്കെ, നോൺ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ള, പിന്നെ മക്കൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കി വെച്ച് പോവാ, ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ടാക്സ് റവന്യൂ ഇല്ലടാ, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ടാക്സ് റവന്യൂ. അതിലെ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ നികുതി വരുമാനത്തിൽ നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സും എന്ന് വെച്ചാൽ വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ GST ആണ് പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ GST ടൈപ്പ് തന്നെ 3 വിധത്തിലുണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ പഠിച്ചു വെച്ചോളൂ. GST 3 ടൈപ്പാണ് GSTകൾ. 3 ടൈപ്പ് GST ഉണ്ട്. GST എന്ന് പറഞ്ഞാൽ ചരക്കു സേവന നികുതി, ഗുഡ്സ് സർവീസ് ടാക്സ്, GST. അതാണ് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമ്മൾ പറയുന്നത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ GST എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത്. എന്നാൽ സ്റ്റേറ്റ് GST, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് GST. സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ചുമത്തുന്നത് സ്റ്റേറ്റ് GSTയും, ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങളുടെ ക്രയവിക്രയങ്ങളുടെ മേലിൽ ചുമത്തുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് GST. അപ്പോൾ അതും ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതാണ് GST. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സെൻട്രൽ GST എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ GST. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേറ്റ് GST നോക്കിയതാണ് നമ്മൾ. ഞാൻ ഇൻ്റഗ്രേറ്റഡ് GST പറഞ്ഞതാണ് അന്തർ സംസ്ഥാനങ്ങളിലെ. ഇനി വാട്ട് ആർ ദി റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. മക്കളെ, റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ, GSTക്ക് ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് സെൻട്രൽ ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ്. 1 വേർഡ് ചോദിക്കട്ടെ, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നമ്മളെ GST കൗൺസിലിൻ്റെ ചെയർമാൻ, GST സമിതിയുടെ ചെയർമാൻ. എന്താണ് ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ചുമതല എന്താണ്? ഇവർ വെറുതെ ഉണ്ടായതാണോ? വെറുതെ അങ്ങനെ ടീമായിരിക്കുമോ? ഇല്ല, വെറുതെ ടീമല്ല. ഇവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു പോവാ. ഒന്ന്, നമ്മളിതാ GST സമിതി കൗൺസിൽ ഒന്ന് സെസ്സുകളും സർചാർജുകളും പഠിക്കാനുണ്ട്. സെസ്സുകൾ സർചാർജ് നോക്കി പോകണം. അതിൻ്റെ ഇടയിൽ
സെസ് ആൻഡ് സർചാർജ് ദാറ്റ് ആർ ടു ബി മെർജ്ഡ് ഇൻ ടു ജി എസ് ടി. ജി എസ് ടിയുമായിട്ട് ലയിപ്പിക്കേണ്ട ജി എസ് ടി ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ അത് തീരുമാനിക്കൽ ആരാണ്? ജി എസ് ടി കൗൺസിലാണ്. പിന്നെ അതുപോലെ തന്നെ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ ജി എസ് ടി. ഏതൊക്കെ സാധനങ്ങൾ ജി എസ് ടിയുടെ അണ്ടറിൽ, ജി എസ് ടിയുടെ കീഴിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കൽ ആരാണ്? ജി എസ് ടി കൗൺസിൽ തന്നെ. ഡിറ്റർമിനിങ് ജി എസ് ടി റൈറ്റ്, ജി എസ് ടി റൈറ്റുകൾ, ജി എസ് ടി എത്ര കൂട്ടണം, എത്ര കുറയ്ക്കണം, എത്ര വില കൊടുക്കണം എന്നൊക്കെ ആര് തീരുമാനിക്കും? അതും നമ്മുടെ ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരു 3 പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ച് പോയാൽ മതി. ഇനി അടുത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബജറ്റ് ഉണ്ട്, വിവിധ തരത്തിലുള്ള ബജറ്റുകൾ. ആ ബജറ്റ് 3 തരത്തിലുള്ള ബജറ്റുകളാണുള്ളത്. ഒന്ന് ബാലൻസ്ഡ് ബജറ്റ്, സർപ്ലസ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. ഇത് 3 എന്തൊക്കെയാണ് നോക്കി വെക്കാം മക്കളെ? 3 എന്തൊക്കെയാണ് നോക്കി വെക്കണം? സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. ഈക്വൽ ആണ്, അങ്ങനെ ആലോചിച്ചാൽ എന്ത് ഈക്വൽ ആണെന്ന്? നമ്മുടെ റവന്യൂവും ഇൻകവും, അല്ലെങ്കിൽ റവന്യൂ എന്നല്ല, ഇൻകവും എക്സ്പെൻഡിച്ചർ മനസ്സിലാക്കണം മക്കളെ. എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചെലവും വരുമാനവും തുല്യമാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന ചെലവും വരുമാനവും, ഇൻകവും എക്സ്പെൻസും ഈക്വൽ ആണെങ്കിൽ മക്കളെ, അതിന് നമ്മൾ എന്തെന്ന് പറയും? അതിന് നമ്മൾ സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയും. ഇനി എന്താണ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻകം കുറെ കിട്ടി എന്നുവെച്ചാൽ വരുമാനം കൂടുതലും ചെലവ് എക്സ്പെൻസ് കുറവുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്. ഇനി ഇൻകം കുറവും എക്സ്പെൻസ് കൂടുതലുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ് ബജറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി? ഫിസ്ക്കൽ പോളിസിയുടെ അല്ലെങ്കിൽ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, പിന്നെ വിലക്കയറ്റം തടയുക, തകർച്ച തടയുക എന്ന് വെച്ചാൽ കൺട്രോൾ ഇൻഫ്ലേഷൻ, കൺട്രോൾ ഡിഫ്ലേഷൻ അത് പറയാം. പിന്നെ അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കൽ, പിന്നെ കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ അനാവശ്യ ചെലവുകളുടെ ഇതൊക്കെ നിയന്ത്രിക്കൽ. അതുപോലെ തന്നെ നമ്മൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ഓപ്പർച്യൂണിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യലും ആരുടെ ലക്ഷ്യമാണ്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ് മക്കളെ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് സെസ്, സർചാർജ്. മനസ്സിലായ? സർചാർജ് എന്ന് പറഞ്ഞാൽ ടാക്സിന് മേൽ അഡീഷൻ ടാക്സ് കൊടുക്കുന്ന സർചാർജ്. സെസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ സെസ് എന്ന് പറഞ്ഞാൽ. അതും മറക്കരുത്. പിന്നെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും, പിന്നെ ഗവൺമെൻറ്റിൻ്റെ നോൺ റവന്യൂ ടാക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെന്ന് പറയുന്നത് ഇൻകം, നികുതിയേതര വരുമാനമുണ്ട്. നികുതിയേതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ. ഏതൊക്കെ? ഫീസ്, പിന്നെ അതുപോലെ തന്നെ ഫൈന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, പലിശ, ലാഭം, ഇതൊക്കെ അതിലൂടെ വരുന്നതാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മക്കളെ സെറ്റാണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ പേടിക്കേണ്ട. ഇത് തന്നെ വരുള്ളൂ. ഇത് സേത് സാറിൻ്റെ ഉറപ്പാണ്, ഇത് എജുപോർട്ടിൻ്റെ ഉറപ്പാണ് മക്കളെ. ഇത് മനസ്സിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇനി ബേജാറേ വേണ്ട, നിങ്ങൾ യാതൊരുവിധ പേടിക്കേണ്ട. അപ്പോൾ സെറ്റല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? അപ്പോൾ ബൈ ബൈ.